ഗൈസ് ജാനുവരി 2025 നമ്മൾ നാട്ടിൽ പോയ സമയത്ത് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. ഇന്നിപ്പം ഞാൻ പറയുന്നത് ജൂലൈ 2025 കുറച്ച് വൈകിപ്പോയി. എന്നാലും ഇതൊക്കെ ഒന്നൊന്നായിട്ട് മെല്ലെ മെല്ലെ ഇടാമെന്ന് വിചാരിച്ചോട്ടെ. എഡിറ്റ് ചെയ്യായിരുന്നു, സമയം കിട്ടിയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിരിക്കുന്നു വിഷയം. നമ്മളിപ്പോൾ ആക്ച്വലി കണ്ണൂർ എയർപോർട്ടിലാണുള്ളത്. മമ്മി സംഗി നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ വന്നേക്കുക. വേറെ വി ഗോയിങ് സിറ്റി ടു അഞ്ജുനെ ട്രിവാൻഡ്രത്ത് അഞ്ജുനെ കാണാൻ പോകുന്നത് നമ്മൾ, അല്ലേ സിദ്ധി? അപ്പോൾ മമ്മി സംഗി ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വന്നേക്കും. സംഗി മേക്കപ്പ് ഇടാത്തതുകൊണ്ടാണ് സംഗി ക്യാമറയിൽ നിന്ന് മാറി മാറി നിൽക്കുന്നത്. മമ്മി പിന്നെ നല്ലോണം, മമ്മി ഒറിജിനലി സുന്ദരി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ മമ്മി. കണ്ണൂർ എയർപോർട്ടിൽ ഒരു മനുഷ്യനില്ല ഗൈസ്, ഒരു മനുഷ്യനില്ല. നമ്മളത് ആക്ച്വലി ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുമെന്ന് ഭയങ്കര ചെക്ക് ചെയ്യുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ തുണി മാത്രമേ അഴിക്കാണ്ടിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ചെക്ക് ചെയ്തു. എല്ലാം ചെക്ക് ചെയ്ത്. കാരണം എൻ്റെ മേക്കപ്പ് ബാഗ്, അത് എൻ്റെ സ്ട്രൈറ്റ്നർ, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു, സ്ട്രൈറ്റ്നറും ലാപ്ടോപ്പും അതൊക്കെ. അത് ഓഫ് കോഴ്സ് അത് കഴിഞ്ഞിട്ട് അവർ ഫുൾ എടുത്ത് പുറപ്പിച്ചില്ല. കുറേ പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്. ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. നമ്മൾ ആക്ച്വലി പോകുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ കോളേജ് ലൈഫിലെ രണ്ട് പ്രധാനപ്പെട്ട പേരും അഞ്ജു എന്നാണ്. രണ്ട് അഞ്ജു ഉണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു അഞ്ജു ആണ്. പിന്നെ MBA പഠിക്കുന്ന സമയത്ത് അതിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു അഞ്ജു വന്നിട്ട് രണ്ട് അഞ്ജൂസ് ആർ ഗുഡ് ഫോർ മൈ ലൈഫ് ഐ ഗെസ്. സോ അങ്ങനെ. അപ്പോൾ നമ്മളിപ്പം MBA പഠിക്കുമ്പോൾ അഞ്ജുനെയാണ് കാണാൻ പോകുന്നത്. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ അഞ്ജുനെ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ലാസ്റ്റ് ടൈം വന്ന സമയത്ത് കേട്ടോ. ഇപ്രാവശ്യം വന്ന സമയത്ത് ഈ അഞ്ജുനെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. മറ്റേ അഞ്ജു സിംഗപ്പൂരിൽ തെണ്ടാൻ പോയിട്ടാണുള്ളത്. Finally we'll have someone to play with. Anju's son Sid. Yeah. അങ്ങനെ. അപ്പോൾ നമ്മൾ and we're the same years old, me and Sid. രണ്ടാളും 6 വയസ്സ്. അപ്പോൾ നമ്മൾ അഞ്ജുനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് 1 ഡേ അഞ്ജുൻ്റെയും ഫാമിലിയുടെയും കൂടെ ഉണ്ടാവും. Oh, hello everybody. സോ ഗൈസ്, നമ്മളിപ്പോൾ ആക്ച്വലി എറണാകുളത്തേക്ക് കൊച്ചിയിൽ നിന്ന് നമ്മൾ ഈ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകും. അപ്പം നമ്മൾ ഇവിടെ ഫ്ലൈറ്റിൽ കുറച്ച് നേരം ഇരിക്കണം. നമ്മളെല്ലാവരും ഫ്ലൈറ്റൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ വെച്ചിട്ട് പോകുന്ന കേട്ടോ. ഇനിയിപ്പോൾ പുതിയ പാസഞ്ചേഴ്സ് വരും. നമ്മളും വേറെ ഏതോ രണ്ടാളും കൂടെ ഉള്ളൂ ആക്ച്വലി ഫ്ലൈറ്റ്. അപ്പോൾ Mama said we do the word game on the phone. She's trying to win it right now. Because I'm bored. ഗൈസ്, നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം കമ്മിങ് ടു ട്രിവാൻഡ്രം എയർപോർട്ട് ആക്ച്വലി. ഗൈസ്, നമ്മളിവിടെ വന്നിട്ടൊരു 5-10 മിനിറ്റ് ആയിട്ടാണ്. ആ ബ്ലഡി ഫൂൾസ് ഇനി എത്തിയിട്ടില്ല. Yes, they're such bloody fools. They're not coming. Don't say that. അവർ കേൾക്കുമെന്ന് എനിക്കറിയാലോ അല്ലേ. They'll be watching this video, so they'll hear you saying bloody fools. Go on, who said bloody fools? I can say because they are my friend. അപ്പോൾ ഞാനിപ്പോൾ ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് അവർ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, I'm not deleting that part. No, I'm not deleting that part. വണക്കം my dear. Oh my god, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ, സുഖല്ലേ? എന്നെ അറിയാം എനിക്ക്. അജിൻ, പരിചയപ്പെടൂ. Hi guys, how are you? How are you? ഇതാണ് അജിൻ ഗൈസ്, അഞ്ജുവിൻ്റെ കെട്ടിയവൻ. കുറേ കാലം പ്രേമിച്ച് കല്യാണം കഴിച്ചത്. നിനക്കിപ്പം വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞ ഹായ് പറ. അവിടെ മുടിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ, ഒരു രക്ഷയില്ല കേട്ടാ. പോവാ. ഇവർ ട്രിവാൻഡ്രം മൊത്തം ചുറ്റിക്കറങ്ങിയിട്ട് വന്നതാണ് ഗൈസ് എന്നെ പിക്ക് ചെയ്യാൻ. ഇപ്പം സിദ്ധി കുറച്ച് എക്സ്ട്രീമാണ് ഗൈസ്, കണ്ടാ പറയില്ലേ. അസൽ ട്രിവാൻഡ്രം ഭാഷ. അവിടെ സർവത്തൊന്നും വേണ്ട. ശ്രദ്ധിക്കുന്ന വേണ്ടേ? വാട്ടർമെലന്റെ ജ്യൂസ് കൊണ്ട് കഴിക്കണം വേണ്ടേ ഗൈസ്? നമ്മളിപ്പോൾ പോകുന്നത് 4 കെട്ട് ഹോട്ടൽ 4 കെട്ട്. ഇവരെ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതോ നല്ലതാണോ നമുക്ക് കണ്ടറിയാം. ലൈവ് അപ്ഡേറ്റ് അവിടുന്ന് തരാം. ആയി കൊള്ളാലോ, സെറ്റപ്പ് കൊള്ളാലോ ശരിക്കും. ആ 4 കെട്ട് സെറ്റപ്പ് അല്ലേ? ഓ നൈസ്.
എനിക്ക് ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ്സ് ട്രൈ ചെയ്യാനാണ് ഗൈസ് എനിക്കിഷ്ടം. എടാ ഫുഡ് എങ്ങനെയുണ്ട് പറഞ്ഞേ? അവളായിട്ട് വിളിച്ചു കൊണ്ടുവന്നതുകൊണ്ട് നല്ല ഫുഡാണ് ഗൈസ്, നല്ല ഫുഡാണ്. നമ്മൾ അതിൻ്റെ കൂടെ ബീഫും പിന്നെ എന്താ പറയുക കണവയും പിന്നെ എന്താ പറയുക വേടയോ വേള അത് നന്ന എനിക്ക് അറിഞ്ഞൂടാ. പോടാ പിള്ളേറെ. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ അഞ്ജുലി ടീംസിലേക്ക് കൂടെയാണുള്ളത്. റെസ്റ്റോറൻറ്റ് അവിടെയാണ്, ഇതിൽ കൂടെ വാ. സോ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നു. കുട്ടനാട് വളരെ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ കൊതുകടി ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റാത്ത കൊതുകടിയാണ്. അൺസഹിക്കബിൾ കൊതുകടിയാണ് കൊതുകടി. പുറത്തിറങ്ങാൻ അവിടെ പറ്റുന്നില്ല, കൊതുകടിച്ചാൽ എനിക്ക് 2 കൈ പോരാ എന്ന് തോന്നുന്നു ചില സമയം. എന്താണ് റെസ്റ്റോറൻറ്റിന് പുറത്തുനിന്നുള്ളൊരു കാഴ്ച ഇതേ വരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്നെടുത്തു. ഫുഡ് കഴിക്കുന്ന എടുക്കാൻ മറന്നുപോയി ഗൈസ്, നല്ല ഫുഡായിരുന്നു. കായലിലെ വെള്ളം കയറാൻ വെള്ളം മൊത്തം റൂമിൽ കയറി ഇവിടെ താറാക്കൂട്ടം കണ്ടാടി. സിദ്ധിങ്ങ് നോക്ക്, സിദ്ധിങ്ങ് നോക്ക്. ഉമ്മ എന്നാ ഞാൻ കൊണ്ടുപോകും. തരൂ, ഇവിടെ തരണം, ചീക്സിൽ തരണം. എനിക്ക് തന്നില്ല, അതുകൊണ്ട് ഞാൻ വരൂല. നീ വരണ്ട, നമ്മള് പോയിട്ട് വരാം. എല്ലാരും കൊണ്ടുപോകണല്ലേലും. ഒരു മിനിറ്റ്, ഡാഡിക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കട്ടെ ഗൈസ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഏരിയ. ലോട്ട്സ് ഓഫ് മാവ്, പ്ലാവില്ല, മാവുണ്ട്, ലോട്ട്സ് ഓഫ് മാവ്. പക്ഷേ മാങ്ങയൊന്നും കാണുന്നില്ല, അപ്പോൾ മാങ്ങ സീസൺ അല്ല, അതുകൊണ്ടായിരിക്കും. മാങ്ങ സീസൺ അല്ല, ഡിസംബർ അല്ലേ. പിന്നെ ഇങ്ങനെ ഒരു വൃത്തിയധികം ഇല്ലാത്തൊരു പൂളും ഫുൾ മണ്ണ് പിടിച്ച് മണ്ണാരടിക്കുക ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെയാണ്. ഐ തിങ്ക് ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ദേ ക്യാൻ ഹെൽപ്പ് ഇറ്റ്, മനസ്സിലായോ? ബട്ട് ഇറ്റ്സ് സോ പ്രിട്ടി, സോ ബ്യൂട്ടിഫുൾ. നമ്മളിങ്ങനെ ആക്ച്വലി പറയായിരുന്നു ഈ കുട്ടനാട് താമസിക്കാൻ ലുക്സ് സോ പ്രിട്ടി, പക്ഷേ ആക്ച്വലി ഇവിടെ താമസിക്കുന്നവരെ വെള്ളം വൃത്തിയില്ല. വെള്ളം ഇപ്പം നമ്മൾ തന്നെ കിച്ചണിലൊക്കെ ഉള്ള പാത്രങ്ങളൊന്നും അങ്ങനെ വലിയ വൃത്തിയായിട്ടില്ല, മനസ്സിലായോ? ഇത് വെള്ളത്തിൻ്റെ കുഴപ്പമാണ്, വെള്ളം വൃത്തിയില്ല. ആൻഡ് എന്താ പറയുക, വെള്ളം ഏത് നിമിഷവും കയറാം എന്നുള്ളൊരു ഇതിൽ ഭയങ്കര കൊതു. ദീസ് ആർ ഓൾ ദ പ്രോബ്ലംസ്, യു നോ. ഗൈസ്, അങ്ങനെ നമ്മളിത് ചെക്കൗട്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, കുളിച്ചില്ല. അത് ബെഞ്ച് അത് അത്രയേ ഉള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ട് റൈഡിന് പോകുന്നു. ഇതാണ് നമ്മുടെ ബോട്ട്, ദിസ് ഇസ് അവർ ബോട്ട്. ഓക്കെ, അപ്പോൾ ഒരു ബോട്ട് റൈഡിന് പോകുന്നു. ഹായ് ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താ? എന്താണ്? ദേവിച്ചൻ ചേട്ടനാണ് നമ്മളെ ഇന്നത്തെ സാരഥി. തലമുട്ടി. പെൺകുട്ടിയെ കണ്ട നീ ഭയങ്കര കോടീശ്വരിയെന്ന് ആൾക്കാർ ഒറിജിനൽ വയ്യ. ബോട്ടിന്റെ ഉള്ളിൽ നിന്നൊന്നും കാണാത്തോണ്ട് വിഷൻ പോരാ, അതുകൊണ്ട് നമ്മൾ ഇതിന്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നിട്ടാണ് ഉള്ളത്. അവരായിരിക്കുന്നറിയാവോ നമ്മൾ ഈ നാട്ടുകാരാണെന്നാണ്. നമ്മൾ സ്വന്തം ബോട്ടിൽ വീട്ടിലോട്ട് പോകണം. ഇതെന്താണ്? ഓ മൈ ഗോഡ്,
എൻ്റെ പൊന്നേ കൈസ് അങ്ങനെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മളത് ഇവിടുന്ന് യാത്രയായി. എനിക്ക് 4 മണിക്ക് കോട്ടയത്ത് നിന്നാണ് ട്രെയിന് ആലുവയ്ക്ക്. ആൻഡ് വേർ ആർ യു ഗൈസ് ഗോയിങ്? പറ. going to കുറ്റിക്കാനം. കുറ്റിക്കാനം. പിള്ളേരൊക്കെ ടയർഡായിപ്പോയി. ഒരു 1-1.5 ദിവസം പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി കേട്ടോ. അഞ്ജുൻ്റെ മോനെ വീട്ടിൽ വിളിക്കുന്ന പേര് സിദ്ധ് എന്നാണ്, എൻ്റെ മോളുടെ പേര് സിദ്ധി എന്നാണ്. സോ ഏകദേശം ഇവരുടെ പേര് രണ്ടും സെയിം ആണ് കേട്ടോ. അങ്ങനെ ചെക്കൗട്ട് ചെയ്ത് ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനിന് കിട്ടില്ലേ എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഓടിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് താങ്ക്സ് ടു ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ ലേറ്റ് ആയിരുന്നു ആക്ച്വലി കേട്ടോ. പിള്ളേർ രണ്ടാളും ദേ ഹാഡ് സോ മച്ച് ഫൺ ഫോർ ദ ലാസ്റ്റ് 1.5 ഡേ കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു എല്ലാവർക്കും. ബിക്കോസ് പോകാനാകുമ്പോൾ എല്ലാവരും വലിയ ഒരു ഇതിലാണല്ലോ ഉണ്ട്. അപ്പോൾ ആ ഒരു വിഷമം കാണാനുണ്ടായിരുന്നു. ഈവൻ നമുക്കായാലും ഐ എം മീറ്റിംഗ് അഞ്ജു ആഫ്റ്റർ സോ ലോങ്. 2017 ഞാൻ ലാസ്റ്റ് ടൈം ദുബായ് പോയപ്പോഴാണ് അവളെ മീറ്റ് ചെയ്തത്. ഷീസ് ഇൻ ദുബായ് ആക്ച്വലി. അപ്പം അത് കുറേ നാളിന് ശേഷം ഇവളെ മീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് റിയലി ഗുഡ് ആൻഡ് യു നോ സോ ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് ഹർ നെക്സ്റ്റ് ടൈം ഓർ മേ ബി വെരി സൂൺ. അപ്പോൾ അതുവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.